Hi friends, this is a special chicken curry recipe. We will സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ ചിക്കൻ ഒരുപാട് നേരം മാരിനേറ്റ് ചെയ്തൊക്കെ വെക്കാറില്ലേ. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് വൃത്തിയാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എങ്ങനെയാണത് ഉണ്ടാക്കുന്നുള്ളതും എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉള്ളത് നമുക്കൊന്ന് നോക്കി വരാം. ഞാൻ രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. അപ്പോളേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അതിനകത്തേക്ക് ഒരു 3 വലിയ സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇത്ര ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് വാടിയതിന് ശേഷം അതിനകത്തേക്ക് നൈസായിട്ട് അരിഞ്ഞൊരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മസാല 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഇറച്ചി മസാലപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കും. തക്കാളിയും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ആ ഗ്രേവി ആയിട്ട് വരുന്നുണ്ടത്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചതിന് ശേഷം നമ്മളതിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് ആക്കുന്നു. മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം സെയിം പാത്രത്തിൽ തന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ, മാരിനേറ്റ് ഒന്നും ചെയ്യാത്ത ചിക്കൻ അതേപടി എടുത്ത് അതിനകത്തേക്ക് ഇടുക ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവാം. അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അതൊന്ന് നന്നായിട്ട് അതിനകത്തുള്ള വെള്ളമൊക്കെ ഇറങ്ങി ഈ പരുവത്തിലായി കിട്ടും. ഇനി അതിനകത്തേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ആ മസാല ചിക്കനിൽ നന്നായി പിടിക്കുന്ന രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം. അപ്പം അതിനകത്തുള്ള ഫുൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഗ്രേവി, ഈ ഗ്രേവി മതിയെങ്കിൽ നമുക്ക് ഈ ലെവലിൽ തന്നെ വേവിച്ചെടുക്കാം. അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് അടച്ചു വെച്ചതിന് ശേഷം പിന്നെ ഫ്ലെയിം കുറച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി കിട്ടും. നമുക്ക് അതിലേക്ക് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെയാണെങ്കിലും പത്തിരിൻ്റെ കൂടെയാണെങ്കിലും ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണിത്. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി വെക്കണം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ചിക്കൻ കറി? ഈസി ആയിട്ട് ഉണ്ടാക്കിട്ടോ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത്, കുറച്ച് സമയം മതി. ഒരുപാട് മാരിനേറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ട ഒന്നും ഒരു ആവശ്യമില്ല. നല്ല ടേസ്റ്റും ആയിരുന്നു. അതാണ് അതിൻ്റെ മെയിൻ പ്ലസ് പോയിന്റ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി വെക്കണം. എന്നും ഒരേ ടേസ്റ്റിൽ കഴിക്കാൻ വലിയ രസമൊന്നുമില്ലല്ലോ. ഒരു വെറൈറ്റി ടേസ്റ്റ് നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലെയുള്ള നല്ല വീഡിയോസിനായി ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ഞാൻ രശ്മി മനോജ് കുമാർ സൈനിങ് ഓഫ്.